ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഓട്ടോമൊബൈൽ ട്രാൻസ്മിഷൻ്റെ മൊഡ്യൂൾ 2 ഒന്ന് റിവൈസ് ചെയ്യാണ്. നെക്സ്റ്റ് ആഴ്ചയിൽ നമുക്ക് സീരീസ് എക്സാമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സാധാരണ സീരീസ് എക്സാമിന് ചോദിക്കുന്ന, അതുപോലെ തന്നെ മെയിൻ എക്സാമിന് ചോദിക്കുന്ന 2 മാർക്കിൻ്റെ അല്ലെങ്കിൽ 2.5 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നോട്ടായിട്ടൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിനു മുൻപായി എനിക്ക് പറയാനുള്ളത്, ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾക്ക് ടോട്ടലായിട്ട് പഠിക്കാനുള്ളത് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഗിയർ ബോക്സുകളെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്തതാണ് അല്ലേ. ഫസ്റ്റ് നമ്മൾ പഠിച്ച ഫങ്ഷൻസ് ഓഫ് ട്രാൻസ്മിഷൻ, നെസസിറ്റി ഓഫ് ട്രാൻസ്മിഷൻ, ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻ. നെക്സ്റ്റ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പുകൾ, സൈഡിങ് മെഷ്, സിങ്ക്രോ മെഷ്, കോൺസ്റ്റൻറ്റ് മെഷ് ഗിയർ ബോക്സുകൾ, ഡബിൾ ഡി ക്ലച്ചിങ് എന്താണെന്ന് പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, എപി സൈക്കിൾ ഗിയർ ബോക്സുകൾ, ടോർക്ക് കൺവേർട്ടേഴ്സ്. നെക്സ്റ്റ് കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ നമ്മൾ പറഞ്ഞു. പ്രോഗ്രസീവ് ടൈപ്പ് ഗിയർ ബോക്സ് 2 വീലേഴ്സിൽ, വേരിയോമെട്രിക് ട്രാൻസ്മിഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ നമ്മൾ ട്രാൻസ്ഫർ ബോക്സുകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ഓവർ ഡ്രൈവുകളെ കുറിച്ചും പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ആയിട്ടാണ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ സാധാരണയായിട്ട് ചോദിക്കാൻ പറ്റിയതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ട്രാൻസ്മിഷൻ ഓർ ഗിയർ ബോക്സ്? ഗിയർ ബോക്സ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ്റെ ഫങ്ഷൻ എന്താണ്? ട്രാൻസ്മിഷൻ സിസ്റ്റവും നമ്മൾക്ക് മാറരുത്. ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്ലച്ച് മുതൽ അഥവാ വീല് വരെ, അഥവാ എഞ്ചിനിൽ നിന്ന് വീല് വരെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എല്ലാ യൂണിറ്റ്സും അടങ്ങിയതാണ് ട്രാൻസ്മിഷൻ സിസ്റ്റം. അതിൽ ക്ലച്ച്, ഗിയർ ബോക്സ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഡിഫറൻഷ്യൽ, നെക്സ്റ്റ് ഹാഫ് ഷാഫ്റ്റുകൾ ഇതൊക്കെ പെടും. വീല് വരെയുള്ള എല്ലാ യൂണിറ്റ്സ് പെടും. എന്നാൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒന്നാണ്. ഗിയർ ബോക്സിൻ്റെ മറ്റൊരു പേരാണ് ട്രാൻസ്മിഷൻ. അപ്പോൾ എന്തിനാണ് ഗിയർ ബോക്സ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ കൊടുക്കുക? അതിൻ്റെ ഫങ്ഷൻ എന്താണ്? വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടു പ്രൊവൈഡ് എ മീൻസ് ടു വേരി ദ ലിവറേജ് ഓർ ടോർക്ക് റേഷ്യോ ബിറ്റ്വീൻ ദ എഞ്ചിൻ ആൻഡ് റോഡ് വീൽസ്. എഞ്ചിൻ്റെ ഇടയിൽ, റോഡ് വീൽസിൻ്റെ ഇടയിലും ടോർക്കും സ്പീഡും വേരി ചെയ്ത് കൊടുക്കാനാണ്. Next, it also provide neutral position and reverse. റിവേഴ്സും ന്യൂട്രൽ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യാനും ഒരു ഗിയർ ബോക്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഫങ്ഷൻസ് ഓഫ് ട്രാൻസ്മിഷൻ. അത് 2 മാർക്കിന് ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ റെഡിയായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ നെസസിറ്റി ഓഫ് ട്രാൻസ്മിഷൻ. ട്രാൻസ്മിഷൻ്റെ ആവശ്യകത എന്താ? എന്തിനാണ് ഇങ്ങനെ ടോർക്ക് സ്പീഡൊക്കെ വേരി ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യം? എന്തിനാണ് ഗിയർ ബോക്സിൻ്റെ ആവശ്യകത? നമുക്കറിയാം, നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിരുന്നു, ഒരു വാഹനത്തിലെ റെസിസ്റ്റൻസ്, നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്തും അതുപോലെ ഒന്ന് റണ്ണായി കഴിഞ്ഞാലും അതുപോലെ കയറ്റങ്ങളിൽ ഒന്നുമുള്ള വീലിലേക്ക് അനുഭവപ്പെടുന്ന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വണ്ടിയിലേക്ക് അനുഭവപ്പെടുന്ന എല്ലാ റെസിസ്റ്റൻസും ഒരുപോലെയല്ല. അതുപോലെ ഡിഫറൻറ്റ് റെസിസ്റ്റൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ ട്രാക്റ്റീവ് എഫേർട്ട്, ഈ വണ്ടിക്ക് നീങ്ങാനുള്ള എഫേർട്ടും സെയിം അല്ല. ഈ ഒരു 2 റീസൺ കൊണ്ട് നമുക്ക് സ്പീഡും ടോർക്കും എപ്പോഴും കോൺസ്റ്റൻ്റ് ആയി കൊടുക്കാൻ കഴിയില്ല, അത് വേരി ചെയ്യണം. അതുകൊണ്ടാണ് ട്രാൻസ്മിഷൻ ആവശ്യത നിർബന്ധമായിട്ട് വരുന്നത്. അതാണ് നമ്മളിതിൻ്റെ ആൻസർ. റെസിസ്റ്റൻസ് ടു ദി വെഹിക്കിൾ അറ്റ് വേരിയസ് സ്പീഡ് ഈസ് ഡിഫറെൻറ്റ് ആൻഡ് ആൾസോ ട്രാക്റ്റീവ് എഫേർട്ട് ഓഫ് ദി വെഹിക്കിൾ അറ്റ് വേരിയസ് സ്പീഡ് ഈസ് ഡിഫറെൻറ്റ്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് റെസിസ്റ്റൻസ് ടു ദി വെഹിക്കിളും അതുപോലെ ട്രാക്റ്റീവ് എഫേർട്ടും വ്യത്യസ്ത സ്പീഡുകളിൽ ഡിഫറെൻ്റ് ആയതുകൊണ്ട് അത് വാഹനത്തിൽ നമുക്ക് ഗിയർ ബോക്സ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ കൊടുക്കൽ നിർബന്ധമാണ്, അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് 2 മാർക്കിന് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റൈറ്റ് അബൌട്ട് ദി ഡിഫറെൻറ്റ് റെസിസ്റ്റൻസ് ടു എ വെഹിക്കിൾ മോഷൻ. ഒരു വാഹനത്തിലേക്ക് ആക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് റെസിസ്റ്റൻസ് എന്തൊക്കെയാണെന്നുള്ളത് വേണമെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് പറയാം? ടോട്ടൽ റെസിസ്റ്റൻസ് വെഹിക്കിൾ മോഷൻ കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയുണ്ട്? റെസിസ്റ്റൻസ് ഡ്യൂ ടു വിൻഡ് ഓർ എയർ റെസിസ്റ്റൻസ്. വിൻഡ് അല്ലെങ്കിൽ വണ്ടി പോകുമ്പോൾ മുന്നോട്ട് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മുന്നിലുള്ള എയറിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാകും. അതിനാണ് വിൻഡ് കാരണം അല്ലെങ്കിൽ എയർ കാരണമുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് സ്പീഡ്, വാഹനത്തിൻ്റെ സ്പീഡിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലായിട്ട് അതിന് അനുപാതമായിട്ട് വരും. അപ്പോൾ സ്പീഡ് കൂടുന്നിടത്തോളം ഇരട്ടിയായിട്ട് ആ റെസിസ്റ്റൻസ് വരും, സ്ക്വയറായിട്ട് വരും. നെക്സ്റ്റ്, റെസിസ്റ്റൻസ് ഡ്യൂ ടു ഗ്രേഡിയൻറ്റ്.
കയറ്റങ്ങളിൽ ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ കയറ്റങ്ങൾ കാരണം ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്. നേരെയുള്ള റോഡിൽ ഇറക്കത്തിലുള്ള റോഡ് പോലെ ഒന്നല്ല ഒരു കയറ്റത്തിലുള്ള റോഡിലെ റെസിസ്റ്റൻസ്. നേരെയുള്ള റോഡിൽ പോലെയല്ല, ഇറക്കത്തിൽ കുറവായിരിക്കും. ഒന്ന് കയറ്റാകുമ്പോഴോ ആ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. കാരണം എന്താണ്, ആ വണ്ടിൻ്റെ വെയിറ്റിൻ്റെ ഒരു കമ്പോണൻറ്റ് ആ റോഡിൻ്റെ പ്ലെയിനനുസരിച്ച് ഉണ്ടാവും. അപ്പോൾ ചെരിഞ്ഞ റോഡാകുമ്പോൾ അത് നേരെ എന്താണ് കുത്തനെ കയറ്റാകുമ്പോൾ അതിനനുസരിച്ച് ബാക്കോട്ട് അതിൻ്റെ വെയിറ്റിന് ഒരു കമ്പോണൻ്റ് ഉണ്ടാവും. അപ്പോൾ അതിനും കൂടി പ്രതിരോധിച്ചിട്ട് വേണം വണ്ടി മുന്നോട്ട് എടുക്കുന്നത്. ആ റെസിസ്റ്റൻസിനെയാണ് ഗ്രേഡിയൻ റെസിസ്റ്റൻസ് പറയുന്നത്. ഇനി അതർ ടൈപ്പ് ഓഫ് മിസലേനിയസ് എന്ന മറ്റു റെസിസ്റ്റൻസുകൾ, ടൈപ്പ് ഓഫ് റോഡ്, ടയർ ഫ്രിക്ഷൻ, ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും. എന്താണ് റോഡിൻ്റെ കണ്ടീഷൻ അനുസരിച്ച്, അതുപോലെ ടയർ ഫ്രിക്ഷൻ, ടയറിൻ്റെ ഫ്രിക്ഷൻ അനുസരിച്ചൊക്കെ റെസിസ്റ്റൻസ് ഡിഫറെൻ്റ് റെസിസ്റ്റൻസ് വരും. അതൊക്കെ എന്താണ് ഈ ഒരു വാഹനത്തിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ റെസിസ്റ്റൻസിനെ ബാധിക്കും. അപ്പോൾ ഒരു വാഹനത്തിൽ ആക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് റെസിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 3 പോയിന്റ് ഇത് 2 മാർക്ക് 2.5 മാർക്കിനൊക്കെ ചോദിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ റെസിസ്റ്റൻസ് ഡ്യൂ ടു വിൻഡ്, റെസിസ്റ്റൻസ് ഡ്യൂ ടു ഗ്രേഡിയൻറ്റ്, മിസലേനിയസ് ടൈപ്പ് ഓഫ് റോഡ്, ഡയറക്ഷൻ അത്രയെങ്കിലും എഴുതാൻ. എന്താണ് ഇതിൻ്റെ ഒരു റിലേഷൻ കാര്യങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഏതൊക്കെയാണ് റെസിസ്റ്റൻസ് എങ്കിലും എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലിസ്റ്റ് ദ ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽസ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻ: മാനുവൽ ട്രാൻസ്മിഷൻ, സെമി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ, ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ. അപ്പോൾ ഈ ഒരു ട്രാൻസ്മിഷൻ ഡിഫറെൻറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റം അല്ല, ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഗിയർ ബോക്സുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗിയർ ബോക്സുകൾ ഏതൊക്കെ ടൈപ്പാണ്? മാനുവൽ ഉണ്ട്, സെമി ഓട്ടോമാറ്റിക് ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ ഉണ്ട്, നെക്സ്റ്റ് ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്, നെയിം ദ ടൈപ്സ് ഓഫ് മാനുവൽ ഗിയർ ബോക്സ്. മാനുവൽ ടൈപ്പ് ഗിയർ ബോക്സുകൾ ഏതൊക്കെയാണ്? മാനുവൽ ടൈപ്പ് ഗിയർ ബോക്സുകൾ മെയിനായിട്ട് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക: സെലക്റ്റീവ് ടൈപ്പ് ആൻഡ് പ്രോഗ്രസീവ് ടൈപ്പ്. ഇതിൽ തന്നെ സെലക്റ്റീവ് ടൈപ്പ് വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന സ്ലൈഡിംഗ് മെഷ്, കോൺസ്റ്റന്റ് മെഷ് ആൻഡ് സിങ്ക്രോ മെഷ് ഗിയർ ബോക്സുകൾ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് 2 മാർക്ക് എന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിന് ചോദിക്കാൻ പറ്റിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ആർ ദി ഡിഫറെൻറ്റ് ഷാഫ്റ്റ്സ് ഇൻ എ മാനുവൽ സെലക്റ്റീവ് ടൈപ്പ് ഗിയർ ബോക്സ്. മാനുവൽ ആയിട്ടുള്ള സെലക്റ്റീവ് ടൈപ്പ് ഗിയർ ബോക്സിന് എക്സാമ്പിളാണ് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ്, കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ്, സിങ്ക്രോ മെഷ് ഗിയർ ബോക്സ്. ഇത് യൂസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ഷാഫ്റ്റുകൾ ഏതൊക്കെയാണ്? നമ്മൾ മെയിനായിട്ട് 3 ഷാഫ്റ്റുകൾ പറയുന്നു അല്ലേ? ക്ലച്ച് ഷാഫ്റ്റ്, ലേ ഷാഫ്റ്റ്, അല്ലെങ്കിൽ ലേ ഷാഫ്റ്റ് ആൾസോ കാൾഡ് കൗണ്ടർ ഷാഫ്റ്റ്, മെയിൻ ഷാഫ്റ്റ്. ഈ 3 ഷാഫ്റ്റ്. അതിൻ്റെ കൂടെ തന്നെ അതിലൊരു ഐഡിയൽ ഗിയറിൻ്റെ ഷാഫ്റ്റ് കൂടെ ഉണ്ടാവും. മെയിനായിട്ട് 3 ഷാഫ്റ്റുകൾ ഉണ്ടാവും. ക്ലച്ച് ഷാഫ്റ്റിന് 3 ഷാഫ്റ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ 3 ഷാഫ്റ്റ് എങ്കിലും എഴുതിയാൽ മതി. ക്ലച്ച് ഷാഫ്റ്റ്, ലേ ഷാഫ്റ്റ് ഓർ കൗണ്ടർ ഷാഫ്റ്റ്, മെയിൻ ഷാഫ്റ്റ്, ഇങ്ങനെ 3 ഷാഫ്റ്റ്. ഈ 4 ഷാഫ്റ്റ് എന്ന് തന്നെ ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഈ 4 ഷാഫ്റ്റ് എഴുതും. ചില ക്വസ്റ്റ്യനിൽ അങ്ങനെയും ചോദിച്ച് കണ്ടിട്ടുണ്ട്. വാട്ട് ആർ ദി 4 ഷാഫ്റ്റ് ഇൻ എ മാനുവൽ സെലക്റ്റീവ് ടൈപ്പ് ഗിയർ ബോക്സ് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലച്ച് ഷാഫ്റ്റ്, ലേ ഷാഫ്റ്റ് ഓർ കൗണ്ടർ ഷാഫ്റ്റ്. ലേ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാലും കൗണ്ടർ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. നെക്സ്റ്റ് മെയിൻ ഷാഫ്റ്റ് ആൻഡ് ഐഡിയൽ ഗിയർ ഷാഫ്റ്റ്. ഐഡിയൽ ഗിയറിന് ചെറിയ ഷാഫ്റ്റ് ഉണ്ടാവും. അത്രയാണ് 4 ഷാഫ്റ്റ് വരുന്നത്. മെയിനായിട്ട് 3 ഷാഫ്റ്റുകളാണ്: ക്ലച്ച് ഷാഫ്റ്റ്, ലേ ഷാഫ്റ്റ് ഓർ കൗണ്ടർ ഷാഫ്റ്റ് ആൻഡ് മെയിൻ ഷാഫ്റ്റ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡബിൾ ഡി ക്ലച്ചിങ്. എന്താണ് ഡബിൾ ഡി ക്ലച്ചിൻ്റെ ആവശ്യകത? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഡബിൾ ഡി ക്ലച്ചിങ് എന്താണെന്ന് നമുക്കറിയാം. കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സുകളിൽ എന്താണ് ഡോഗ് ക്ലച്ചുകളാണ് യൂസ് ചെയ്യുന്നത് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ അല്ലേ? ഗിയറുകൾ കോൺസ്റ്റൻ്റ് ആയിട്ട് മെഷഡ് ആണ്. അവിടെ ഡോഗ് ക്ലച്ച് ഉപയോഗിച്ചിട്ടാണ് മെയിൻ ഷാഫ്റ്റിന് ആ ഗിയേഴ്സുമായിട്ട് മെഷ് ചെയ്യിക്കുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് ഗിയർ പൊസിഷൻ കിട്ടുന്നത്. അപ്പോൾ സ്മൂത്തായിട്ട് ഡോഗ് ക്ലച്ചും ഈ മെയിൻ ഷാഫ്റ്റിലെ ഗിയേഴ്സും ഡിഫറെൻറ്റ് സ്പീഡിലായിട്ടും റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അത് സ്മൂത്തായിട്ട് എൻഗേജ് ചെയ്യിക്കാൻ കഴിയില്ല. നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ ഗിയറിനെ എന്ത് ചെയ്തും ഒന്ന് ഫസ്റ്റ് നമ്മൾ ന്യൂട്രൽ പൊസിഷനിലേക്ക് ക്ലച്ച് ചവിട്ടിയിട്ട് ന്യൂട്രൽ പൊസിഷനിൽ ഇട്ടിട്ട് ഒന്ന് എന്താണ് ആക്സലറേറ്റ് ചെയ്ത് റൈസ് ചെയ്ത് ആ മെയിൻ ഷാഫ്റ്റ് ഗിയേഴ്സിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്തിട്ട് വേണം വീണ്ടും ക്ലച്ച് അമർത്തിയിട്ട് നമ്മൾ ഏത് ഗിയർ പൊസിഷനിലേക്കാണ് അതിലേക്ക് ഡൗൺ ചെയ്യാൻ. അപ്പോൾ ആ ഒരു ഡോഗ് ക്ലച്ചിൻ്റെയും മെയിൻ ഷാഫ്റ്റിലെ ഗിയേഴ്സിൻ്റെയും സ്പീഡ് വ്യത്യസ്തമായതുകൊണ്ട് ആ ഒരു സ്പീഡ് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ ഡി ക്ലച്ചിങ് യൂസ് ചെയ്യുന്നത് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്.
അപ്പോൾ അത് 2 മാർക്കിന് ചോദിക്കാം. അഥവാ ഇൻ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ഫോർ ദ സ്മൂത്ത് എൻഗേജ്മെൻറ്റ് ഓഫ് ഡോഗ് ക്ലച്ചസ് ഇറ്റ് ഈസ് നെസസറി ദാറ്റ് സ്പീഡ് ഓഫ് ദി മെയിൻ ഷാഫ്റ്റ് ഗിയേഴ്സ് ആൻഡ് സ്ലൈഡിംഗ് ഡോഗ് മസ്റ്റ് ബി ഈക്വൽ. ആ ഒരു പോയിന്റിങ്ങിൽ എഴുതിച്ചാൽ നമുക്ക് 2 മാർക്ക് കിട്ടും. ഇനി കുറച്ചുകൂടി ഷാർട്ടായിട്ട് എഴുതാണെങ്കിൽ ഈ താഴത്തെ പോയിന്റ് കൂടെ എഴുതാം. Therefore, to obtain lower gear speeds of the clutch shaft, lay shaft and main shaft gears to be clutch shaft, lay shaft and main shaft gears to be increased. Speed of the clutch shaft, lay shaft and main shaft gears to be increased. ലോവർ ഗിയർ ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ലേ ഷാഫ്റ്റിൻ്റെയും മെയിൻ ഷാഫ്റ്റിൻ്റെയും ക്ലച്ച് ഷാഫ്റ്റിൻ്റെയും സ്പീഡ് കൂട്ടണം. എന്നാലേ ഡോഗ് ക്ലച്ചുമായിട്ട് ആ ഒരു ഇതിൻ്റെ സ്പീഡ് ഈക്വലൈസ് ചെയ്ത് നമുക്ക് എന്താണ് ഈക്വലൈസ് ചെയ്തിട്ട് നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ, ഗിയർ ഡൗൺ ചെയ്യാൻ കഴിയുള്ളൂ. അതിനാണ് വിച്ച് ഈസ് ഡൺ ബൈ ഡബിൾ ഡി ക്ലച്ചിങ്. അത് നമ്മൾ ചെയ്യുന്നത് ഡബിൾ ഡി ക്ലച്ചിങ് മുഖേനയാണ്. അപ്പോൾ ഡബിൾ ഡി ക്ലച്ചിൻ്റെ പർപ്പസ് നമുക്ക് മനസ്സിലായി. ഇത് 2 മാർക്കിന് ചോദിക്കുക. അതിൽ ഈ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതുക, അല്ലെങ്കിൽ അത് രണ്ടിനും കൂടി ഷോർട്ടാക്കി നമ്മൾ എഴുതിയാലും മതി, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഈ 2 പോയിന്റും എഴുതാം. നമുക്ക് 2-2.5 മാർക്കിനൊക്കെ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് സിങ്ക്രണൈസർ യൂണിറ്റ്, റൈറ്റ് ഇറ്റ്സ് ഫങ്ഷൻസ്. എന്താണ് സിങ്ക്രണൈസർ യൂണിറ്റ്, എന്താണ് അതിൻ്റെ ഫങ്ഷൻ? അപ്പോൾ സിങ്ക്രണൈസർ യൂണിറ്റ് നമുക്കറിയാം, ഈ ഒരു കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിൽ നിന്ന് വ്യത്യസ്തമായി സിങ്ക്രോമെഷ് ഗിയർ ബോക്സിലേക്ക് വരുന്ന സമയത്ത് സിങ്ക്രോമെഷ് ഗിയർ ബോക്സിൽ ഡബിൾ ഡി ക്ലച്ചിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ഈ ഡോഗ് ക്ലച്ചിന് പകരം സിങ്ക്രണൈസർ യൂണിറ്റ് യൂസ് ചെയ്യുന്നു. ഈ സിങ്ക്രണൈസർ യൂണിറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈസിലി ആയിട്ട് നമുക്ക് ഗിയർ എൻഗേജ്മെൻറ്റ് ചെയ്യാൻ സാധിപ്പിക്കുന്നു ഡബിൾ ഡി ക്ലച്ചിങ് ഒഴിവായിട്ട്. ഇതിനെ ഈ സിങ്ക്രണൈസർ യൂണിറ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ സ്പീഡുകളെ ഈക്വലൈസ് ചെയ്യാണ്. അത് കൊടുത്തിട്ടുണ്ട് ഈ നോട്ടിൽ അല്ലെങ്കിൽ ആൻസറിൽ. എന്താണ് സിങ്ക്രണൈസ് എന്ന് പറഞ്ഞാൽ അതിനെ ഈക്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇവിടെ മെയിൻ ഷാഫ്റ്റിലെ ഗിയേഴ്സിൻ്റെയും ആ യൂണിറ്റ് സ്ലീവിൻ്റെയും ഹബിൻ്റെയും എന്താണ് സ്പീഡ്, മെയിൻ ഷാഫ്റ്റിൻ്റെയും സ്പീഡ് ഈക്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഡോഗ് ക്ലച്ചിന് പകരം സിങ്ക്രണൈസർ യൂണിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ഷാഫ്റ്റിലെ ഗിയേഴ്സിൻ്റെയും മെയിൻ ഷാഫ്റ്റിൻ്റെയും സ്പീഡ്, ആ സ്ലീവ് ഹബ് എന്ന് പറഞ്ഞ പോർഷൻ നമ്മളന്ന് ഡിസ്കസ് ചെയ്ത് കണ്ടിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു പോർഷൻ്റെയും സ്പീഡ് ഈക്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്മൂത്തായിട്ട് ഡബിൾ ഡി ക്ലച്ചിങ് ഇല്ലാതെ എന്താണ് ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനാണ് സിങ്ക്രണൈസർ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മോഡേൺ കാറുകളിൽ സിങ്ക്രോമെഷ് ഗിയർ ബോക്സുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെലിക്കൽ ഗിയേഴ്സും സിങ്ക്രോമെഷ് ഡിവൈസസും യൂസ് ചെയ്യുന്നത്. എന്തിനാണ് സിങ്ക്രോമെഷ് ഡിവൈസസ് അല്ലെങ്കിൽ സിങ്ക്രോമെഷ് ഡിവൈസ് എന്തിനാണ്? ദാറ്റ് സിങ്ക്രണൈസ് എന്ന് പറഞ്ഞാൽ ഈക്വലൈസ്, എന്താ ഈക്വലൈസ് ചെയ്യും ദ റൊട്ടേഷൻ ഓഫ് ഗിയേഴ്സ് ദാറ്റ് ആർ അബൌട്ട് ടു ബി മെഷ്ഡ്. മെഷ് ചെയ്യുന്ന ഗിയേഴ്സ് തമ്മിൽ, അല്ലെങ്കിൽ മെഷ് ചെയ്യുന്ന ഇവിടെ ഗിയേഴ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് മെഷ് ഇവിടെയുള്ള മെയിൻ ഷാഫ്റ്റിലെ ഗിയേഴ്സും നമ്മളെ സ്ലൈഡിങ് ഡോഗ് അല്ലെങ്കിൽ സ്ലീവ് അതിൻ്റെയും സ്റ്റേത്തുകളാണ് നമുക്ക് സ്പീഡ് ഈക്വലൈസ് ചെയ്യേണ്ടത്. അത് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സിങ്ക്രണൈസർ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ in synchronous gearbox instead of using dog clutches, synchronizers are used. It avoids the necessity of double declutching. അത് ഡബിൾ ഡി ക്ലച്ചിങ് ഒഴിവാക്കും. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ് സിങ്ക്രണൈസർ യൂണിറ്റ്? സിങ്ക്രോമെഷ് ഗിയർ ബോക്സിൽ യൂസ് ചെയ്യുന്ന ഡോഗ് ക്ലച്ചിന് പകരം യൂസ് ചെയ്യുന്ന ഒന്നാണ് സിങ്ക്രണൈസർ യൂണിറ്റ്. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ സ്പീഡിനെ ഈക്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്, ഡബിൾ ഡി ക്ലച്ചിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, സ്മൂത്തായിട്ട് അതുവഴി ഗിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ആർ ദി 2 types ഓഫ് സെലക്ടർ മെക്കാനിസം യൂസ്ഡ് ഇൻ മാനുവൽ ഗിയർ ബോക്സ്. 2 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളാണ്. 2 തരത്തിലുള്ള ഗിയർ സെലക്ടർ മെക്കാനിസം ഏതൊക്കെയാണ്? സെലക്ടർ മെക്കാനിസം വിത്ത് ഗിയർ ലിവർ ഓൺ ദി ടോപ്പ് ഓഫ് ദി ട്രാൻസ്മിഷൻ കേസ്. ഒന്ന് ടോപ്പ് ട്രാൻസ്മിഷൻ കേസ് അല്ലെങ്കിൽ ഗിയർ ബോക്സിൻ്റെ നേരെ മുകളിലായിട്ട് കൊടുക്കുന്ന ടൈപ്പ്. രണ്ടാമത്തത് സെലക്ടർ മെക്കാനിസം വിത്ത് ഗിയർ ലിവർ ഓൺ സ്റ്റിയറിംഗ് കോളം. സ്റ്റിയറിംഗ് കോളത്തിന് വരുന്ന രീതിയിലുള്ള സെലക്ടർ മെക്കാനിസം. ഇങ്ങനെ 2 ടൈപ്പിലുള്ള മെക്കാനിസമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ സെലക്ടർ മെക്കാനിസം 2 ടൈപ്പാണ് മെയിനായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ദി ഫങ്ഷൻ ഓഫ് ട്രാൻസ്ഫർ ബോക്സ്. ട്രാൻസ്ഫർ ബോക്സിൻ്റെ ഫങ്ഷൻ എന്താണ്? അപ്പോൾ ട്രാൻസ്ഫർ ബോക്സ് നമ്മൾ യൂസ് ചെയ്യാറ് എപ്പോഴും 4 വീൽ ഡ്രൈവ് വെഹിക്കിൾസിലാണ്, അല്ലെങ്കിൽ ആൾ വീൽ ഡ്രൈവ് വെഹിക്കിൾസിലാണ്. മെയിൻലി 4 വീൽ ഡ്രൈവ് വെഹിക്കിൾസിൽ. എന്തിനാണ് 4 വീൽ ഡ്രൈവ് വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നത്? നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ 4 വീൽ ഡ്രൈവും ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് വെറും ഫ്രണ്ട് വീലോ അല്ലെങ്കിൽ റിയർ വീലോ അഥവാ 2 വീൽ ഡ്രൈവോ ആക്കാൻ വേണ്ടിയിട്ട്, അത് തമ്മിൽ ഇടയിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ എനേബിൾസ് ഡ്രൈവർ ടു ഡ്രൈവ് ഇൻ 2-wheel ഡ്രൈവ് ഇൻ ഹൈവേസ് ആൻഡ് ടു ഷിഫ്റ്റ് ടു 4-wheel ഡ്രൈവ് ഇൻ ഓഫ് റോഡ്. ഇതിന് വേണ്ടിയിട്ടാണ് ഓഫ് റോഡിൽ 4-wheel ഡ്രൈവും മെയിൻ റോഡുകളിൽ ഹൈവേസിലൊക്കെ നമുക്ക് 2-wheel ഡ്രൈവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിനനുസരിച്ച് 4-wheel ഡ്രൈവും 2-wheel ഡ്രൈവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ബോക്സുകൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ബോക്സിൽ ഹൈ ഗിയർ ലോ ഗിയറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ റോഡുകളിൽ പോകുമ്പോൾ നമ്മൾ ഹൈ ഗിയർ ആയിരിക്കും. സെപ്പറേറ്റ് വളരെ കുന്നും കയറ്റങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയറിന് പുറമെ ലോ ഗിയർ പൊസിഷൻ ഇതിൽ പ്രൊവൈഡ് ചെയ്യും ഓഫ് റോഡ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു 2 ഫംഗ്ഷനാണ് മെയിനായിട്ട് ട്രാൻസ്ഫർ ബോക്സിന് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വാട്ട് ആർ ദി കൺട്രോൾസ് യൂസ്ഡ് ഇൻ എപ്പിസൈക്കിൾ ഗിയർ ബോക്സ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ നമ്മൾ പറഞ്ഞു അതിൽ എപ്പിസൈക്കിൾ ഗിയർ ബോക്സുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പിസൈക്കിൾ ഗിയർ ബോക്സുകൾ ഇതിലുള്ള ഡിഫറെൻറ്റ് ഗിയേഴ്സിനെ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് അതർ ഗിയേഴ്സ് ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ ആക്കിയിട്ടാണ് നമ്മളതിൽ എന്താണ് ഡിഫറെൻറ്റ് ഗിയർ റേഷ്യോ കിട്ടുന്നത്, ഡിഫറെൻറ്റ് സ്പീഡ് കിട്ടുന്നത്, ടോർക്കും കിട്ടുന്നത്. അപ്പോൾ അതിലുള്ള ആ ഗിയേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ എന്താണ് ഉപയോഗിക്കുന്ന യൂണിറ്റ്സ് ഏതൊക്കെയാണ് അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ബ്രേക്ക് ബാൻഡുകളും മൾട്ടിപ്ലേറ്റ് ക്ലച്ചസും അടങ്ങിയതായിരിക്കും അത്. അപ്പോൾ സാധാരണ 2 ടൈപ്സ് ഓഫ് കൺട്രോൾസ് ആണുള്ളത്, ബ്രേക്ക് ബാൻഡുകളും മൾട്ടിപ്ലേറ്റ് ക്ലച്ചസും, ബ്രേക്ക് ആൻഡ് ക്ലച്ച്. അപ്പോൾ ബ്രേക്ക് ഈസ് ഇൻ ദ ഫോം ഓഫ് ബ്രേക്ക് ബാൻഡ് അറൗണ്ട് ദി ഡ്രം അറ്റാച്ച് ദ ഗിയർ ഓൺ ദി ഔട്ടർ സർഫേസ് ദ ഗിയർ ഇറ്റ്സെൽഫ്. നമ്മൾ ഏത് ഗിയറിനാണോ സ്റ്റോപ്പിംഗ്, പ്ലാന്റ് ഗിയറിൽ സൺ ഗിയർ ഉണ്ടാവാം, അല്ലെങ്കിൽ റിംഗ് ഗിയർ ഉണ്ടാവാം, അല്ലെങ്കിൽ പ്ലാന്റ് ഗിയർ ഉണ്ടാവും. പ്ലാനറ്ററി ഗിയർ സെറ്റ് അല്ലെങ്കിൽ എപ്പിസൈക്കിൾ ഗിയർ സെറ്റിൽ സൺ ഗിയർ ഉണ്ടാവും, റിംഗ് ഗിയർ ഉണ്ടാവും, അല്ലെങ്കിൽ പ്ലാനറ്ററി ഗിയേഴ്സ് ഉണ്ടാവും. ഇതിൽ ഏതിനാണ് നമ്മൾ ബ്രേക്ക് ബാൻഡ് ഉപയോഗിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത്, അതിൻ്റെ ഷാഫ്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഗിയറിനെ തന്നെ ബ്രേക്ക് ബാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫിക്സ് ചെയ്തിട്ട് അതർ ഗിയേഴ്സിന് ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്കിയിട്ട് ഗിയർ റേഷ്യോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മൾട്ടിപ്ലേറ്റ് ക്ലച്ചസ് ഉപയോഗിച്ചിട്ടും നമ്മൾ കൺട്രോൾ ചെയ്യാറുണ്ട്. മൾട്ടിപ്ലേറ്റ് ക്ലച്ചസും ബ്രേക്ക് ബാൻഡുകളാണ് ഈ ഒരു എപ്പിസൈക്കിൾ ഗിയർ ബോക്സുകളിൽ ഗിയറിനെ എന്താണ് കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വാട്ട് ഈസ് CVT. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് CVT. CVT എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ. CVT അല്ലെങ്കിൽ ദാറ്റ് ഈസ് കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ ഈസ് ആൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ദാറ്റ് ക്യാൻ ചേഞ്ച് സീംലെസ്ലി ത്രൂ എ കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് ഗിയർ റേഷ്യോസ്. വളരെ 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത്ര രീതിയാണ്. 2 മാർക്ക് സീംലെസ്ലി എന്ന് പറഞ്ഞാൽ ഒരു സ്മൂത്ത് ആയിട്ട് ചെറിയൊരു എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷനാണ് CVT. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ. കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. ക്യാൻ ചേഞ്ച് സീംലെസ്ലി ത്രൂ എ കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് ഗിയർ റേഷ്യോസ്. കണ്ടിന്യൂസ്ലി നമുക്ക് സീംലെസ്ലി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഗിയർ റേഷ്യോ ചേഞ്ച് ചെയ്യാൻ പറ്റും. അവിടെ ഒരു എന്താണ് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ സീംലെസ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ വളരെ സ്മൂത്തായിട്ട് ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ലാതെ നമ്മൾ സാധാരണ മറ്റു എല്ലാ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണെങ്കിലും മാനുവൽ ട്രാൻസ്മിഷൻ ആണെങ്കിലും ഒക്കെ എന്നാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു ഫസ്റ്റ് ഗിയർ റേഷ്യോ കഴിഞ്ഞ് പിന്നെ സെക്കൻഡിലേക്ക് അത് ഒരു ഗ്യാപ്പ് ഉണ്ടായാലും ഗിയർ റേഷ്യോ തമ്മിൽ. ഇതങ്ങനെയല്ല, സ്മൂത്തായിട്ട് പോയ ഒരു ഇൻഫിനിറ്റ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ അത് ഇതിനെ നമ്മൾ പറയാൻ കാരണം അതുകൊണ്ടാണ്. ഇൻഫിനിറ്റ്ലി അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ഓരോ പോയിന്റിലും ഗിയർ റേഷ്യോ സ്മൂത്തായിട്ട് ഇങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, അവിടെ നമ്മൾ പുള്ളീസാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആ പുള്ളീൻ്റെ ഡയമീറ്റർ ഇങ്ങനെ വലുതായും ചെറുതായി കൊണ്ടേ ഇരിക്കുകയാണ്. അതല്ലാതെ ഒരു പുള്ളി അടുത്ത പുള്ളി അല്ല, അല്ലെങ്കിൽ ഒരു ഗിയർ മറ്റു ഗിയർ പോലെ ഡിഫറെൻറ്റ് ഗിയർ റേഷ്യോക്ക് ഡിഫറെൻറ്റ് ഗിയേഴ്സ് എന്നുള്ള പോലെ അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഓരോ പോയിന്റിലും ഈ ഒരു ബെൽറ്റ് ഇങ്ങനെ വലിയതിനനുസരിച്ച് നമ്മൾ ആ പുള്ളീസിൻ്റെ സൈസ് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ മൈന്യൂട്ട് പോയിന്റ്സിലും ഗിയർ റേഷ്യോ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഗിയർ ചേഞ്ച് ചെയ്യുന്ന തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല. അത്രയും സീംലെസ്ലി ഗിയർ ചേഞ്ച് ചെയ്യുന്ന സിസ്റ്റമാണ്. കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ആ ഒരു ടൈപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഗിയർ റേഷ്യോ ചേഞ്ച് ചെയ്യുന്ന ടൈപ്പ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനെയാണ് നമ്മൾ കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നെയിം 3 ഓപ്പറേറ്റിംഗ് മെമ്പേഴ്സ് ഓഫ് ടോർക്ക് കൺവേർട്ടർ. ടോർക്ക് കൺവേർട്ടറിലെ മെയിൻ 3 ഓപ്പറേറ്റിംഗ് മെമ്പേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇമ്പല്ലർ. ഇമ്പല്ലർ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് ദി ഇൻപുട്ട് മെമ്പർ റിസീവ്ഡ് പവർ ഫ്രം ദി എൻജിൻ. എൻജിൻ പവർ കിട്ടുന്ന ഭാഗമാണ് ഇമ്പല്ലർ.
നെക്സ്റ്റ് ടർബൈൻ, അതാണ് ഔട്ട്പുട്ട് മെമ്പർ അല്ലെങ്കിൽ ഡ്രിവൺ മെമ്പർ. നെക്സ്റ്റ് ഒരു സ്റ്റാറ്റർ അസംബ്ലി ഉണ്ടാവും, അത് റിയാക്ഷൻ മെമ്പറാണ് അല്ലെങ്കിൽ ടോർക്ക് മൾട്ടിപ്ലയർ ആണ്. സ്റ്റാർട്ടിങ് സമയത്ത് ടോർക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്ററുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എന്താണ് ടോർക്ക് കൺവെർട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് മെമ്പേഴ്സ് അല്ലെങ്കിൽ കോമ്പണൻസ് മെയിനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പല്ലർ, ടർബൈൻ, സ്റ്റാറ്റർ. ഇനി ഏറ്റവും ഷാറായിട്ട് എക്സാം 2.5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇതും കൂടി എഴുതുകയാണെങ്കിൽ ഏറ്റവും ഷാറായി എന്താണ് ഇമ്പല്ലർ എന്നും കൂടെ. ഇമ്പല്ലർ എന്താണ്? ഇൻപുട്ട് മെമ്പറാണ്, എഞ്ചിന് പവർ കിട്ടുന്നു. ടർബൈൻ എന്താണ്? ഔട്ട്പുട്ട് മെമ്പറാണ് അല്ലെങ്കിൽ ഡ്രിവൺ മെമ്പറാണ്. സ്റ്റാറ്റർ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ മെമ്പർ അല്ലെങ്കിൽ ടോർക്ക് മൾട്ടിപ്ലയർ ആണ്. അപ്പോൾ ഇത്രയും ഇതിൽ ഷെയറല്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇമ്പല്ലർ, ടർബൈൻ, സ്റ്റാറ്റർ അതെങ്കിലും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി ചില നോക്കുന്ന ആൾക്കാർക്ക് അനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഇത്രയും കൂടി എഴുതാലും ഷെയറായി. ഇനി ഡിഫൈൻ വേരിയോമെട്രിക് ട്രാൻസ്മിഷൻ ഇൻ 2 വീലേഴ്സ്. 2 വീലേഴ്സിൽ യൂസ് ചെയ്യുന്ന വേരിയോമെട്രിക് ട്രാൻസ്മിഷൻ എന്താണ്? വേരിയോമെട്രിക് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ തന്നെയാണ്. 2 വീലേഴ്സിൽ യൂസ് ചെയ്യുന്ന കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷനാണ്. അത് ഫുള്ളി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. അത് വി ബെൽറ്റ്, അതുപോലെ 2 പുള്ളിയും, വി ബെൽറ്റ് അതുപോലെ തന്നെ 2 പുള്ളിയും ഉപയോഗിച്ചിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ, 2 വീലേഴ്സിൽ യൂസ് ചെയ്യുന്ന കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷനെ തന്നെയാണ് നമ്മൾ വേരിയോമെട്രിക് ട്രാൻസ്മിഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ ഓവർ ഡ്രൈവ്. എന്താണ് ഓവർ ഡ്രൈവ് ഡിഫൈൻ ചെയ്യുക? അത് 2 മാർക്കിന് ചോദിച്ചാൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ എന്താണ് ഓവർ ഡ്രൈവ് സിമ്പിളായി ചോദിക്കുക 2 മാർക്കിന്. ഓവർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അത് സ്റ്റെപ്പ് അപ്പ് ഗിയർ റേഷ്യോ ആണ്, ഡിവൈസാണ്. ഗിയർ റേഷ്യോ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനുള്ള ഡിവൈസ് ഉണ്ട്. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ട്രാൻസ്ഫോമർ ഒന്നുമല്ല, പക്ഷെ എന്താ പറയുക, ഗിയർ റേഷ്യോ ആണ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്. ഗിയർ റേഷ്യോ സ്റ്റെപ്പ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻജിൻ സ്പീഡിലേറെ കൂടുതൽ സ്പീഡ് ഔട്ട്പുട്ട് ഗിയർ ബോക്സിന് ഔട്ട്പുട്ട് ഷാഫ്റ്റ് കിട്ടുന്ന രീതിയിൽ അവിടെ പെർമനൻറ്റ് സ്പീഡ് റിഡക്ഷൻ ഉണ്ട് നമ്മൾ മറക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ഗിയർ ബോക്സിൽ 1:1 ആണ് നമ്മൾ ലാസ്റ്റ് ഗിയർ അല്ലെങ്കിൽ ഹൈ ഗിയർ ഡയറക്റ്റ് ഗിയർ ഒക്കെ വരിക. പക്ഷെ അതിന് പുറമെ അതിൻ്റെ മേലേക്ക് നമ്മൾ 0.7:1 അല്ലെങ്കിൽ 1:1.4 ആ ഒരു രീതിയിലൊക്കെ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് ഗിയർ എഞ്ചിൻ കറങ്ങുന്നതിൽ കൂടുതൽ സ്പീഡിൽ ഗിയർ ബോക്സ് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. ആ ഒരു രീതിയിൽ വരുന്നതാണ് ഗിയർ റേഷ്യോ സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഓവർ ഡ്രൈവുകൾ എന്ന് പറയുന്നത്. അത് നമ്മളെപ്പോഴും 5th ഗിയർ 6th ഗിയർ അഥവാ ലാസ്റ്റ് ഗിയേഴ്സിലാണ് ടോപ്പ് ഗിയേഴ്സിലാണ് യൂസ് ചെയ്യുക. ഇത് സാധാരണ എപ്പിസൈക്കിൾ ഗിയർ ട്രെയിനുകളാണ് വരാറ്. അപ്പോൾ എന്താണ് ഓവർ ഡ്രൈവ് എന്ന് വെച്ചാൽ അതൊരു ഡിവൈസ് ടു സ്റ്റെപ്പ് അപ്പ് ദി ഗിയർ റേഷ്യോ ഇൻ ദ കാർ യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് എ എപ്പിസൈക്കിൾ ഗിയർ ബോക്സ്. ഇനി ഇതെവിടെ വരുന്നത് വെച്ചാൽ ബിറ്റ്വീൻ ദ ട്രാൻസ്മിഷൻ ആൻഡ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. ഇനി അങ്ങനെ സെപ്പറേറ്റ് ഓവർ ഡ്രൈവ് വെക്കുകയാണെങ്കിൽ അതെവിടെ വരിക? ട്രാൻസ്മിഷൻ അഥവാ നമ്മൾ ഗിയർ ബോക്സിൻ്റെയും പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ ഇടയിലാണ് വരിക. അത് ഗിയർ ബോക്സ് കഴിഞ്ഞിട്ട്. ഇനി കൂടുതലും ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ കൂടെ തന്നെയാണ് അല്ലെങ്കിൽ ഓവർ ഡ്രൈവ് യൂണിറ്റ് കൂടെ വരിക. ഇത് ടോപ്പ് ഗിയറിൽ നമുക്ക് എൻജിൻ സ്പീഡിലേറെ കൂടുതൽ സ്പീഡിൽ ഗിയർ ബോക്സ് ഷാഫ്റ്റ് വരാൻ വേണ്ടി. പക്ഷെ ഇത് തിയററ്റിക്കലായിട്ട് പ്രാക്ടിക്കൽ കേസിൽ എന്തായാലും എൻജിൻ സ്പീഡിൽ കൂടുതൽ വീൽ സ്പീഡ് ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ എങ്ങനെയാണ്, നമുക്ക് ഹൈ ഗിയറിൽ എൻജിൻ സ്പീഡ് കുറഞ്ഞ സ്പീഡിൽ തന്നെ നമുക്ക് മാക്സിമം സ്പീഡ് വീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മാത്രമല്ല അവിടെ പെർമനൻറ്റ് സ്പീഡ് റിഡക്ഷൻ, സ്പീഡ് കുറച്ചിട്ട് ടോർക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു യൂണിറ്റ് ഫൈനൽ ഡ്രൈവ് നമ്മൾ വാഹനങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫൈനൽ ഡ്രൈവ് ഇനി ഫൈനൽ ഡ്രൈവ് സ്പീഡ് പെർമനൻ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും എന്നാലും അതിന് മുന്നേ ഗിയർ ബോക്സിൽ നമുക്ക് എന്ത് ചെയ്യാണ് പരമാവധി സ്പീഡ് ഇൻക്രീസ് ചെയ്ത് നമ്മൾ എൻജിൻ്റെ സ്പീഡിലേറെ വീലിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഗിയർ ബോക്സ് ഔട്ട്പുട്ട് ഷാഫ്റ്റിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഷാഫ്റ്റ് പ്രൊപ്പല്ലർ ഷാഫ്റ്റിലേക്ക് പോകുന്ന സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓവർ ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓവർ ഡ്രൈവ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ 2 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സെഷനിലത്. ഇപ്പോൾ 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കണം. ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും നോട്ടിലേക്ക് എഴുതിയെടുക്കണം. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം.
ഇതിൽ നിന്ന് തന്നെ എന്താണ് മെയിൻ എക്സാമിനും സീരീസ് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. പരമാവധി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളിതൊക്കെ പഠിക്കുകയും ചെയ്യുക, അതുപോലെ നോട്ടിലേക്ക് എഴുതിയെടുത്ത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക്സ്.